Now, what does the living God say to us about the times before the coming judgment? ഇനി വരാനിരിക്കുന്ന ന്യായവിധിക്ക് മുൻപുള്ള സമയങ്ങളെക്കുറിച്ച് ജീവനുള്ള ദൈവം നമ്മോട് എന്താണ് പറയുന്നത്? I do not know how many of you have been in a place of justice. You know, in some countries they call it, the courts are called the place of justice. നിങ്ങളിൽ എത്ര പേർ നീതിയുടെ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നത് എനിക്കറിയില്ല. ചില രാജ്യങ്ങളിൽ കോടതികളെ നീതിയുടെ സ്ഥലമെന്ന് വിളിക്കുന്നു. But if you go and ask our advocates or lawyers, എന്നാൽ many നമ്മുടെ of them അഭിഭാഷകർ say, പലരും പറയുന്നത്, oh, some of the cases go on here even after a man is dead. മനുഷ്യൻ മരിച്ചതിന് ശേഷവും ചില കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. And some people spend all their property here. ചില ആളുകൾ അവരുടെ എല്ലാ സ്വത്തും ഇവിടെ ചിലവഴിക്കുന്നു. And yet they do not receive justice. എന്നിട്ടും അവർക്ക് നീതി ലഭിക്കുന്നില്ല. But when we talk about God, എന്നാൽ നാം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ we talk about a loving God who wants to give us a new life. നമുക്ക് ഒരു പുതിയ ജീവിതം നൽകാൻ ആഗ്രഹിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് നാം I സംസാരിക്കുന്നത്. do not know how your life is, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. but by the time I was 15 years, എന്നാൽ എനിക്ക് 15 വയസ്സായപ്പോഴേക്കും I was pretty tired with my life. എന്റെ ജീവിതം കൊണ്ട് ഞാൻ വളരെ മടുത്തുപോയി. It was not a clean life, it was not a straight life, it was not a happy അതൊരു life. വൃത്തിയുള്ള ജീവിതമായിരുന്നില്ല, നേരായ ജീവിതമായിരുന്നില്ല, സന്തോഷകരമായ If I ജീവിതമായിരുന്നില്ല. was trapped or caught doing something wrong, I would speak a lie. എന്തെങ്കിലും തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടാൽ ഞാൻ കള്ളം പറയുമായിരുന്നു. And anybody who speaks lies must know he is a miserable person. കള്ളം പറയുന്ന ഏതൊരുവനും അവൻ ഒരു ദുരിതപൂർണനായ വ്യക്തിയാണെന്ന് അറിയണം. And everybody who speaks lies also knows he has to be very careful watching what he says because he has forgotten his old lies. നുണ പറയുന്ന എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. കാരണം അവൻ അവന്റെ പഴയ നുണകൾ മറന്നുപോയി കാണും. And therefore he begins to say 2 or 3 different stories. അതിനാൽ അവൻ 2-3 വ്യത്യസ്ത കഥകൾ പറയാൻ തുടങ്ങുന്നു. So when you speak a lie, you are full of fear. അതിനാൽ നിങ്ങൾ ഒരു നുണ പറയുമ്പോൾ നിങ്ങളിൽ ഭയം നിറഞ്ഞിരിക്കും. You cannot face people freely and openly. നിങ്ങൾക്ക് സ്വതന്ത്രമായും പരസ്യമായും ആളുകളെ നേരിടാൻ കഴിയില്ല. And your conscience tells you that if you die, you will go to hellfire. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ നരകാഗ്നിയിലേക്ക് പോകുമെന്ന് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയുന്നു. But you know, today people trust in lies. They are full of lies. എന്നാൽ ഇന്ന് ആളുകൾ മുഴുവൻ നുണകളിൽ വിശ്വസിക്കുന്നുവെന്ന് We നിങ്ങൾക്കറിയാമോ? have filled our offices with lies, registers with lies, account books with lies. നാം നമ്മുടെ ഓഫീസുകൾ നുണകൾ കൊണ്ടും രജിസ്റ്ററുകൾ നുണകൾ കൊണ്ടും അക്കൗണ്ട് ബുക്കുകൾ And the നുണകൾ കൊണ്ടും Bible നിറച്ചു. says, the word of God says that all liars will go to the lake which burneth with fire and brimstone. ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള പങ്ക് തീയും ഗന്ധകവും കത്തുന്ന തീ പൊയ്കയിലത്രേ എന്ന് ബൈബിൾ പറയുന്നു. So let us turn to 2 Timothy 3rd chapter. അതുകൊണ്ട് നമുക്ക് 2 തിമോഥെയോസ് 3-ാം അധ്യായം, This know also, ഇത് അറിയുക, that in the last days perilous times shall come. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. For men shall be lovers of their own self, മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും, covetous, ദ്രവ്യാഗ്രഹികളും, boasters, വമ്പ് പറയുന്നവരും, proud, അഹങ്കാരികളും, blasphemers, ദൂഷകന്മാരും, disobedient to parents, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, unthankful, നന്ദി കെട്ടവരും, unholy, അശുദ്ധരും, without natural affection. വാത്സല്യം ഇല്ലാത്തവർ. That means അതിനർത്ഥം bring forth children
after you have 3 or 4 children, run away to another woman in some നിങ്ങൾക്ക് 3 neighboring അല്ലെങ്കിൽ 4 village. കുട്ടികൾ ഉണ്ടായതിനു ശേഷം ഏതെങ്കിലും അയൽ ഗ്രാമത്തിലെ മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് ഓടിപ്പോകുക എന്നതാണ്. How many people are like that today? ഇന്ന് അങ്ങനെ എത്ര പേരുണ്ട്? You will find many such people in this area. അത്തരത്തിലുള്ള നിരവധി ആളുകളെ നിങ്ങൾ ഈ പ്രദേശത്ത് In fact, കണ്ടെത്തും. that is a tradition in this country. വാസ്തവത്തിൽ അത് ഈ നാട്ടിലെ ഒരു പാരമ്പര്യമാണ്. Have a married wife somewhere ഒരു ഭാര്യ ഉണ്ട് എവിടെയെങ്കിലും, and maybe give her a little money, അവൾക്ക് കുറച്ച് പണം കൊടുത്തേക്കാം. but find 2 or 3 other women somewhere else. എന്നാൽ 2-3 സ്ത്രീകളെ വേറെ എവിടെയെങ്കിലും കണ്ടെത്തുന്നു. But let me tell you, എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, you will be judged. നിങ്ങൾ വിധിക്കപ്പെടും. Your adulterous life will bring you to hellfire. നിങ്ങളുടെ വ്യഭിചാര ജീവിതം നിങ്ങളെ നരകാഗ്നിയിൽ എത്തിക്കും. So the Bible says, അതിനാൽ ബൈബിൾ പറയുന്നു, these people are without even natural effect. ഈ ആളുകൾ വാത്സല്യം ഇല്ലാത്തവരാണ്. One man said to me, ഒരാൾ എന്നോട് പറഞ്ഞു, I asked him, did you see your son after he was born? ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ ജനിച്ചതിന് ശേഷം നിങ്ങൾ He അവനെ said no. കണ്ടോ? അവൻ പറഞ്ഞു ഇല്ല. Why? എന്തുകൊണ്ട്? He was suspecting his wife. അയാൾ ഭാര്യയെ സംശയിക്കുകയായിരുന്നു. Oh, I do not know if this is my son. ഓ, ഇത് എന്റെ മകനാണോ എന്ന് എനിക്കറിയില്ല. She was an innocent girl. അവൾ ഒരു നിഷ്കളങ്കയായ But every പെൺകുട്ടിയായിരുന്നു. adulterous man എന്നാൽ ഓരോ വ്യഭിചാരിയും is full of suspicion. സംശയം നിറഞ്ഞവനാണ്. And every adulterous woman ഓരോ വ്യഭിചാരിണിയും is full of suspicion. സംശയം നിറഞ്ഞവളാണ്. So you will find that in many families അതിനാൽ പല there കുടുംബങ്ങളിലും is no trust. വിശ്വാസമില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും. One man brought his wife and children to me. ഒരാൾ തന്റെ ഭാര്യയെയും മകളെയും എന്റെ I അടുത്ത് asked them കൊണ്ടുവന്നു. to sit down. ഞാൻ അവരോട് ഇരിക്കാൻ And ആവശ്യപ്പെട്ടു. after they sat down, അവർ ഇരുന്ന the ശേഷം husband said, ഭർത്താവ് പറഞ്ഞു, I do not know if these 2 children are my children. ഈ 2 കുട്ടികളും എന്റെ മക്കളാണോ എന്ന് എനിക്കറിയില്ല. Sometimes women have come to me weeping ചിലപ്പോഴൊക്കെ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് എന്റെ അടുക്കൽ വന്നു and said, പറഞ്ഞു, this child is not the child of my husband. ഈ കുട്ടി എന്റെ ഭർത്താവിന്റെ കുട്ടിയല്ല. My friend, എന്റെ സുഹൃത്തെ, men will be lovers of their own selves, says the Bible. മനുഷ്യർ സ്വസ്നേഹികൾ ആയിരിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. They will be covenant breakers, അവർ ഉടമ്പടി ലംഘിക്കുന്നവരായിരിക്കും, truce breakers, ഇണങ്ങാത്തവർ, without natural affection. വാത്സല്യമില്ലാത്തവർ. So we build families like that. അങ്ങനെ നാം കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുന്നു. There is no joy, സന്തോഷമില്ല, there is no health. ആരോഗ്യമില്ല. The money which you earn just flows away to a doctor's pocket നിങ്ങൾ സമ്പാദിച്ച പണം ഒരു ഡോക്ടറുടെ പോക്കറ്റിലേക്ക് or ഒഴുകി to the പോകുന്നു, pharmacist's shop, അല്ലെങ്കിൽ മരുന്ന് കടയിലേക്ക്. and you cannot even enjoy your family. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം ആസ്വദിക്കാൻ പോലും കഴിയില്ല. You know what a beautiful thing is the family. കുടുംബം എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്കറിയാമോ? You know, we live with our brothers and sisters when we are little children. നാം കൊച്ചുകുട്ടികൾ ആയിരിക്കുമ്പോൾ സഹോദരങ്ങൾക്കൊപ്പമാണ് ജീവിക്കുന്നത്. Then after high school, if you go to college, you go in different directions. ഹൈസ്കൂൾ കഴിഞ്ഞ് നിങ്ങൾ കോളേജിൽ പോയാൽ നിങ്ങൾ വ്യത്യസ്ത ദിശകളിലേക്ക് പോകുന്നു. And sometimes after you're married, you're very indifferent towards your siblings. ചിലപ്പോൾ നിങ്ങൾ വിവാഹിതരായ ശേഷം നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ വളരെ നിസ്സംഗത കാണിക്കുന്നു. Soon a father dies or a mother dies, താമസിയാതെ അച്ഛനോ അമ്മയോ മരിക്കുന്നു. and you begin to fight for the jewels or the property. നിങ്ങൾ ആഭരണങ്ങൾക്കോ സ്വത്തിനോ വേണ്ടി പോരാടാൻ തുടങ്ങുന്നു. How sad. എത്ര ദുഃഖകരം. One family ഒരു കുടുംബം under one roof, ഒരു മേൽക്കൂരയുടെ അടിയിൽ eating in one place, ഒരിടത്ത് ഭക്ഷണം കഴിക്കുന്നു.
sleeping under one roof, ഒരു മേൽക്കൂരയുടെ അടിയിൽ ഉറങ്ങുന്നു, but no love. എന്നാൽ സ്നേഹമില്ല. And sometimes the sons get very angry when the father is beating his wife. ചിലപ്പോൾ അച്ഛൻ ഭാര്യയെ മർദ്ദിക്കുമ്പോൾ മക്കൾ വളരെ ദ്വേഷ്യപ്പെടുന്നു. And sometimes they say, ചിലപ്പോൾ അവർ പറയും, my sons protect me when my husband batters എന്റെ me. ഭർത്താവ് എന്നെ തല്ലുമ്പോൾ എന്റെ മകൻ എന്നെ സംരക്ഷിക്കുന്നു. Sometimes the sons beat their father. ചിലപ്പോൾ മക്കൾ അച്ഛനെ തല്ലും. So the Bible says, അതുകൊണ്ട് ബൈബിൾ പറയുന്നു, without natural affection. വാത്സല്യം ഇല്ലാത്തവർ. You know, there is a phrase, ഒരു വാക്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? a bear robbed of its whelps, cubs. കുട്ടികൾ കാണാതെ പോയ കരടി. Oh, don't go and meet a bear which has had cubs. കുട്ടികളെ പ്രസവിച്ച കരടിയുടെ അടുക്കൽ പോകരുത്. She will tear you to pieces. അവൾ നിന്നെ ചീന്തി കീറും. Because കാരണം even wild animals love their children. വന്യമൃഗങ്ങൾ പോലും തങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നു. But എന്നാൽ in today's world, ഇന്നത്തെ ലോകത്ത് what do we find? നാം എന്താണ് Now, കണ്ടെത്തുന്നത്? something has happened to your father, says the mother. നിന്റെ അച്ഛന് എന്തോ പറ്റിയെന്ന് അമ്മ പറയുന്നു. Somehow his heart is not here. എങ്ങനെ അവന്റെ ഹൃദയം ഇവിടെ ഇല്ല? We do not know when he is going to leave us. അവൻ എപ്പോൾ നമ്മെ വിട്ടുപോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. I think he has found another woman. അവൻ മറ്റൊരു സ്ത്രീയെ കണ്ടെത്തിയെന്ന് ഞാൻ കരുതുന്നു. What is this? ഇത് എന്താണ്? What did you say to your wife? നിങ്ങൾ You were ഭാര്യയെ married. വിവാഹം കഴിച്ചപ്പോൾ അവളോട് എന്താണ് പറഞ്ഞത്? You have promised her that until death parts you, you will be faithful to her. മരണം നിന്നെ പിരിയുന്നത് വരെ നീ അവളോട് വിശ്വസ്തനായിരിക്കുമെന്ന് നീ അവൾക്ക് വാക്കുകൊടുത്തു. What happened to your promise? നിങ്ങളുടെ വാഗ്ദാനത്തിന് എന്ത് You സംഭവിച്ചു? know, friend, നിങ്ങൾക്കറിയാമോ we സുഹൃത്തുക്കളെ? cannot trust the promises of people if they do not have Jesus Christ in their heart. ആളുകളുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു ഇല്ലെങ്കിൽ അവരുടെ വാഗ്ദാനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. Now, ഇപ്പോൾ what did the Lord Jesus Christ tell about such people? അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? If you turn to the 16th chapter of നിങ്ങൾ Luke, ലൂക്കോസിന്റെ 16-ാം അധ്യായത്തിലേക്ക് this തിരിയുകയാണെങ്കിൽ is what he told. ഇതാണ് യേശു പറഞ്ഞത്. Luke ലൂക്കോസ് 16th chapter, 16-ാം അധ്യായം from the 16th verse. 16-ാം വാക്യം മുതൽ. The law and the prophets were until John the Baptist. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. That is, there were many laws which people could not keep. ആളുകൾ പാലിക്കാൻ കഴിയാത്ത നിരവധി നിയമങ്ങൾ ഉണ്ടായിരുന്നു. See, everybody says, എല്ലാവരും speak പറയുന്നു, the truth. സത്യം പറയുക. In the court, you promise that you will speak the truth and nothing but the truth. കോടതിയിൽ നിങ്ങൾ സത്യം പറയുമെന്നും സത്യമല്ലാതെ മറ്റൊന്നും പറയില്ലെന്നും നിങ്ങൾ വാഗ്ദാനം But ചെയ്യുന്നു. when your lawyer tells you, എന്നാൽ നിങ്ങളുടെ അഭിഭാഷകൻ നിങ്ങളോട് പറഞ്ഞാൽ, if you tell the truth, your case is gone. നീ സത്യം പറഞ്ഞാൽ നിന്റെ കേസ് പോയി. So, അതിനാൽ this is how you must say. നീ ഇങ്ങനെയാണ് പറയേണ്ടത്. Oh, everything is manipulated in that manner. എല്ലാം ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. But, my dear friend, എന്നാൽ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, there came a power with the good news. സുവിശേഷത്തോടു കൂടി ശക്തി വന്നു. When Jesus came, യേശു വന്നപ്പോൾ it was no more this lying, deceiving life all the time. ജീവിതം എല്ലായ്പ്പോഴും ഈ നുണയും വഞ്ചനയുമായിരുന്നില്ല. I had a friend who used to say, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ my പറയുമായിരുന്നു, classmate, എന്റെ സഹപാഠി, what is there? Do good, be good, think good. എന്താണ് അവിടെ? നന്നാവുക, നല്ലത് ചെയ്യുക, നല്ലത് How ചിന്തിക്കുക. can you do good നിങ്ങൾക്ക് എങ്ങനെ നന്മ ചെയ്യാൻ when കഴിയും? your heart is evil? നിങ്ങളുടെ ഹൃദയം തിന്മയാണെങ്കിൽ
How can you think good നിങ്ങൾക്ക് എങ്ങനെ നല്ലത് ചിന്തിക്കാൻ കഴിയും when your eyes are full of adultery? നിങ്ങളുടെ കണ്ണുകൾ വ്യഭിചാരത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ? But this is how people talk. എന്നാൽ ആളുകൾ സംസാരിക്കുന്നത് And ഇങ്ങനെയാണ്. everybody knows. എല്ലാവർക്കും അറിയാം. Oh, we know that these are all lies. ഓ, ഇതെല്ലാം നുണകളാണെന്ന്. Elections just recently took place. തിരഞ്ഞെടുപ്പ് അടുത്തിടെ നടന്നു. And people said to me, ആളുകൾ എന്നോട് പറഞ്ഞു, oh, they are taking anything from 300 rupees to 500, even 1,000 അവർ 300 രൂപ മുതൽ 1000 രൂപ വരെ കൊടുക്കുന്നു for a vote. ഒരു വോട്ടിനായി. How can you administer a nation of liars? നുണയന്മാരുടെ ഒരു രാഷ്ട്രമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഭരിക്കാനാകും? You need at least a few people who speak the truth. സത്യം പറയുന്ന കുറച്ചു പേരെങ്കിലും വേണം. In your family, you don't speak the truth. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സത്യം You സംസാരിക്കില്ല. don't speak the truth to your mother. നീ നിന്റെ അമ്മയോട് സത്യം പറയുന്നില്ല. You don't speak the truth to your mother, father. നീ നിന്റെ അച്ഛനോട് സത്യം പറയുന്നില്ല. And the wife doesn't speak the truth to the husband. ഭാര്യ ഭർത്താവിനോട് സത്യം പറയുന്നില്ല. And the husband doesn't speak the truth to the wife. ഭർത്താവ് ഭാര്യയോട് സത്യം പറയുന്നില്ല. How are you going to speak the truth in your office? നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ എങ്ങനെ സത്യം സംസാരിക്കും? How will you fulfill the truth in the examination? പരീക്ഷയിൽ നിങ്ങൾ എങ്ങനെ സത്യം നിറവേറ്റും? You will only copy, you will cheat, നിങ്ങൾ എഴുതുക മാത്രം ചെയ്യും. you നിങ്ങൾ will bribe തട്ടിപ്പിടിക്കുന്നു. the examiner, നിങ്ങൾ പരിശോധകന് കൈക്കൂലി നൽകും. and you will get the papers, buy the papers somewhere. നിങ്ങൾക്ക് പേപ്പറുകൾ ലഭിക്കും. എവിടെയെങ്കിലും നിന്ന് പേപ്പറുകൾ വാങ്ങും. Listen, my dear friend, ശ്രദ്ധിക്കൂ എന്റെ പ്രിയ സുഹൃത്തുക്കളെ. deliverance from this unrighteousness can only come through the prayaschit bali of the Lord Jesus. ഈ അനീതിയിൽ നിന്നുള്ള വിടുതൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ ത്യാഗത്തിലൂടെ മാത്രമേ ലഭിക്കൂ. You see, it's not like an old story. ശ്രദ്ധിക്കൂ, ഇത് ഒരു പഴയ കഥ പോലെയല്ല. In our country, we believe any story, old story. നമ്മുടെ നാട്ടിൽ നമ്മൾ ഏതെങ്കിലും പഴയ കഥകൾ വിശ്വസിക്കുന്നു. And even a man who comes from the central jail, സെൻട്രൽ ജയിലിൽ നിന്ന് വരുന്ന ഒരാൾ if he puts on some holy garments അവൻ എന്തെങ്കിലും വിശുദ്ധ വസ്ത്രം ധരിച്ചാൽ and sits in tapas, വഴിയോരത്തിൽ തപസ്സിരുന്നാൽ everybody will crowd to him thinking he is some great അവൻ ഏതോ manifestation. മഹത്തായ പ്രത്യക്ഷമായവനാണെന്ന് കരുതി എല്ലാവരും അവന്റെ അടുത്തേക്ക് തിക്കിക്കയറും. We can deceive anybody, but we can't deceive God. നമുക്ക് ആരെയും വഞ്ചിക്കാം, എന്നാൽ ദൈവത്തെ വഞ്ചിക്കാൻ കഴിയില്ല. So, അതിനാൽ the Lord Jesus said, കർത്താവായ യേശു പറഞ്ഞു, the kingdom of God is preached, and every man presseth into it. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു, എല്ലാവരും ബലാൽക്കാരനെ അതിൽ കടപ്പാൻ നോക്കുന്നു. Good news. സുവാർത്ത. What is this good news? എന്താണ് ഈ സുവാർത്ത? Come to me, all you that labor അധ്വാനിക്കുന്നവരും and are heavy laden. ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ I will വരുവിൻ. give you peace. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. What great news. എന്തൊരു സുവാർത്ത. You may gain 10 lakhs. നിങ്ങൾക്ക് 10 ലക്ഷം നേടാം. But എന്നാൽ when you have a lot of money, you never have peace. നിങ്ങൾക്ക് ധാരാളം പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. If you have a lot of property, you will never have peace. നിങ്ങൾക്ക് ധാരാളം സ്വത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം Some people ഉണ്ടാകില്ല. say, ചിലർ പറയുന്നു, oh, I will never drink coffee in my brother's house. അയ്യോ, ഞാൻ ഒരിക്കലും എന്റെ സഹോദരന്റെ വീട്ടിൽ കാപ്പി കുടിക്കില്ല. Why can't you drink coffee in your brother's house? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്റെ വീട്ടിൽ I കാപ്പി don't know, കുടിക്കാൻ my കഴിയാത്തത്? sister-in-law may put poison in my coffee. എനിക്കറിയില്ല, എന്റെ നാത്തൂൻ എന്റെ കാപ്പിയിൽ വിഷം കലക്കിയാലോ? Because she is trying to get my property. കാരണം അവൾ എന്റെ സ്വത്ത് സ്വന്തമാക്കാൻ Listen, my ശ്രമിക്കുകയാണ്. dear friend. എന്റെ പ്രിയ സുഹൃത്തുക്കളെ The ശ്രദ്ധിക്കുവിൻ. Lord Jesus brings peace to you. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, A new life. ഒരു പുതിയ ജീവിതം. So the Bible says, അതുകൊണ്ട് ബൈബിൾ പറയുന്നു, the kingdom of salvation is preached unto you, the kingdom of God,
and every man presseth into it. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു, എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. And it's easier for heaven and earth to pass and one tittle of the law to fail. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം. So, you know, one question never seems to come to അതിനാൽ people. ഒരു ചോദ്യം ഒരിക്കലും ആളുകളിലേക്ക് വരുന്നില്ലെന്ന് നിങ്ങൾക്കറിയാമോ? You will die one day, I will die one നിങ്ങൾ day. ഒരു ദിവസം മരിക്കും, ഞാൻ ഒരു ദിവസം മരിക്കും. And God says, ദൈവം പറയുന്നു, after death, then the judgment. മരണത്തിന് ശേഷം ന്യായവിധി ഉണ്ട്. So I may be here speaking to അതിനാൽ ഞാൻ you, ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നു, but I have to meet God one day. എന്നാൽ എനിക്ക് ഒരു ദിവസം ദൈവത്തെ കാണേണ്ടിയിരിക്കുന്നു. A God whom I can twist and turn, എനിക്ക് വളച്ചൊടിക്കാനും തിരിക്കാനും കഴിയാത്ത ഒരു ദൈവം, a God whom I can twist and turn is no God. എനിക്ക് വളച്ചൊടിക്കാനും തിരിക്കാനും കഴിയുന്ന ദൈവം ഒരു ദൈവമല്ല. You will find the living God, you cannot be bribed. നിങ്ങൾക്ക് കൈക്കൂലി നൽകാൻ കഴിയാത്ത ജീവനുള്ള ദൈവത്തെ നിങ്ങൾ കണ്ടെത്തും. You cannot twist his hand. നിങ്ങൾക്ക് അവന്റെ കൈകൾ വളച്ചൊടിക്കാൻ You കഴിയില്ല. cannot say my lies must be accepted. എന്റെ നുണകൾ അംഗീകരിക്കപ്പെടണമെന്ന് നിങ്ങൾക്ക് I am പറയാനാവില്ല. a righteous man. ഞാൻ ഒരു നീതിമാനാണ്, I must go to heaven. എനിക്ക് സ്വർഗത്തിൽ പോകണം. No. ഇല്ല, You can speak lies in a court. നിങ്ങൾക്ക് ഒരു കോടതിയിൽ കള്ളം പറയാം. You can speak lies at the time of election. തിരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾക്ക് കള്ളം പറയാം. Before the living God, എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ മുൻപിൽ you can't speak lies. നിങ്ങൾക്ക് കള്ളം പറയാനാവില്ല. Your true condition will be out. നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ പുറത്തു വരും. Not a jot or a tittle ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും will not pass away. ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. Heaven and earth, all the stars will pass away. ആകാശവും ഭൂമിയും എല്ലാ നക്ഷത്രങ്ങളും ഒഴിഞ്ഞു പോകും. So you are dealing with the word of God which will never pass away. അതിനാൽ ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത ദൈവവചനം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. If you go to a sari shop, നിങ്ങൾ ഒരു സാരി കടയിൽ പോയാൽ, oh, the man brings 20 saris, brings them and puts them before. ഓ ആ മനുഷ്യൻ 20 സാരി കൊണ്ടുവരുന്നു, And you say, കൊണ്ടുവന്ന് I മുൻപിൽ don't like വെക്കുന്നു. this, I don't like this, I don't like this. എനിക്കിത് ഇഷ്ടമില്ല, എനിക്കിത് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ Finally you പറയുന്നു. say, okay, this is nice, I'll take it. അവസാനം നിങ്ങൾ പറയും, ഇത് നല്ലതാണ്, ഞാൻ എടുക്കാം. Listen, my dear friend, ശ്രദ്ധിക്കുവിൻ എന്റെ പ്രിയ when സുഹൃത്തുക്കളെ, you come before the word of God, you will not be able to throw it away like you throw those saris away. നിങ്ങൾ ദൈവജനത്തിന് മുൻപിൽ വരുമ്പോൾ ആ സാരി വലിച്ചെറിയുന്നത് പോലെ നിങ്ങൾക്ക് അത് വലിച്ചെറിയാൻ കഴിയുകയില്ല. You cannot be a picker and a chooser, നിങ്ങൾക്ക് പെറുക്കി തിരഞ്ഞെടുക്കുന്ന ആളാകാൻ കഴിയില്ല. because it is a word which will remain after the stars and the heavens and the earth pass away. കാരണം അത് നക്ഷത്രങ്ങളും ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കില്ല, എന്നാൽ എന്റെ വചനമോ നിലനിൽക്കും. Friends, സുഹൃത്തുക്കളെ, I see thousands of people returning money to the railways for ticketless travel. ആയിരക്കണക്കിന് ആളുകൾ ടിക്കറ്റ് ഇല്ലാത്ത യാത്രയ്ക്കായി റെയിൽവേയിലേക്ക് പണം തിരികെ നൽകുന്നത് ഞാൻ കാണുന്നു. I see thousands of people returning money where they have stolen. ആയിരക്കണക്കിന് ആളുകൾ മോഷ്ടിച്ച പണം തിരികെ നൽകുന്നത് ഞാൻ കാണുന്നു. And Jesus speaks to them. യേശു അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. Jesus forgives. യേശു അവരോട് ക്ഷമിക്കുന്നു. Jesus gives them peace. യേശു അവർക്ക് സമാധാനം നൽകുന്നു. This is not some strange story. ഇതൊരു വിചിത്രമായ കഥയല്ല, This is the truth. ഇതാണ് സത്യം. God loves you with an everlasting love. ദൈവം നിത്യസ്നേഹത്താൽ നിങ്ങളെ Let സ്നേഹിക്കുന്നു. us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Please bow your head. ദയവായി നിങ്ങളുടെ തലകളെ വണങ്ങുവിൻ. Whoever you may be, നിങ്ങൾ ആരായാലും tell God, ദൈവത്തോട് പറയുവിൻ,
Oh God, ഓ ദൈവമേ, one day I have to die. ഒരു ദിവസം ഞാൻ മരിക്കണം. And where will I go? പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? You died as the prayashchit bali for my sin. അങ്ങ് എന്റെ പാപങ്ങൾക്കായി പ്രായശ്ചിത്ത ബലിയായി മരിച്ചു. You paid the price and became the propitiation for my sin. എന്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി നീ വില കൊടുത്തു. Lord Jesus, കർത്താവായ യേശുവേ, forgive my sin. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. I do not want to live in misery and fear. ദുരിതത്തിലും ഭയത്തിലും ജീവിക്കാൻ ഞാൻ I do ആഗ്രഹിക്കുന്നില്ല. not want to lose my eternal എന്റെ life. നിത്യജീവനെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Give me a new heart. എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ. Give me a new heart. എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ. Wash my sins in the precious holy blood which you shed. അങ്ങ് ചൊരിഞ്ഞ വിലയേറിയ വിശുദ്ധ രക്തത്തിൽ എന്നെ കഴുകണമേ. I want to lift India. എനിക്ക് ഇന്ത്യയെ ഉയർത്തണം. I want to lift my neighbor. എന്റെ അയൽക്കാരനെ ഞാൻ ഉയർത്താൻ I want ആഗ്രഹിക്കുന്നു. to love everybody. ഞാൻ എല്ലാരെയും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. Oh Lord, ഓ കർത്താവേ, give me this peace, എനിക്ക് ഈ സമാധാനം നൽകണമേ. this forgiveness of sin. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. No more a lying tongue. ഇനി കള്ളം പറയുന്ന നാവ് No വേണ്ട. more the bribe-taking hand. കൈക്കൂലി മേടിക്കുന്ന കൈകൾ വേണ്ട. No more the hand that hits my wife. എന്റെ ഭാര്യയെ തല്ലുന്ന കൈ ഇനി വേണ്ട. No more the hand that touches that alcohol. മദ്യം തൊടുന്ന കൈ ഇനി വേണ്ട. Give me a new heart. എനിക്ക് ഒരു പുതിയ ഹൃദയം നൽകണമേ. Wash me in your precious blood. അങ്ങയുടെ വിലയേറിയ രക്തത്തിൽ എന്നെ കഴുകണമേ. God is listening to you. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. Gracious Father, കൃപയുള്ള പിതാവേ, bless these dear people. ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. Speak to them, I pray you. അവരോട് സംസാരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. How much you love us. അങ്ങ് ഞങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നു. Though I was such a unworthy sinner, ഞാനൊരു അയോഗ്യനായ പാപിയായിരുന്നിട്ടും, though I was a liar, ഞാനൊരു നുണയനായിരുന്നിട്ടും, yet you had mercy on me. നീ എന്നോട് കരുണ കാണിച്ചല്ലോ. How many people you are transforming. എന്തുമാത്രം ആളുകളെ അങ്ങ് രൂപാന്തരപ്പെടുത്തുന്നു. We want our offices to be new places. ഞങ്ങളുടെ ഓഫീസുകൾ പുതിയ സ്ഥലങ്ങളാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want our families to be places where there is peace. ഞങ്ങളുടെ കുടുംബങ്ങൾ സമാധാനം ഉണ്ടായിരിക്കുന്ന കുടുംബങ്ങളായിരിക്കുവാൻ ഞങ്ങൾ Take ആഗ്രഹിക്കുന്നു. away the fear of death, മരണഭയം ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ. because one day I have to die. കാരണം ഒരു ദിവസം ഞാൻ മരിക്കണം. Give to me that assurance that you have forgiven നീ me, എന്നോട് ക്ഷമിച്ചു എന്നുള്ള ഉറപ്പ് എനിക്ക് നൽകണമേ. that I will be received to the bosom of Jesus. ഞാൻ അങ്ങയുടെ മടിയിലേക്ക് സ്വീകരിക്കപ്പെടേണ്ടതിന് Hear our humble prayer. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ. In Jesus' almighty name. യേശുവിൻ സർവശക്തിയുള്ള നാമത്തിൽ Amen. ആമേൻ.